നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 11-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. അനന്തരം ആത്മാവിനെ എടുത്ത് യഹോവയുടെ ആലയത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള കിഴക്കേ പടിവാതിൽക്കൽ കൊണ്ടുപോയി. പടിവാതിലിന്റെ പ്രവേശനത്തിങ്കൽ ഞാൻ 25 പുരുഷന്മാരെ അവരുടെ നടുവിൽ ജനത്തിന്റെ പ്രഭുക്കന്മാരായ അസൂറിന്റെ മകൻ യേസന്യാവെയും ബെനായാവിന്റെ മകൻ പെലത്യാവെയും കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇവർ ഈ നഗരത്തിൽ നീതികേട് നിരൂപിച്ച് ദുരാലോചന കഴിക്കുന്ന പുരുഷന്മാരാകുന്നു. വീടുകളെ പണിവാൻ സമയം അടുത്തിട്ടില്ല. ഈ നഗരം കുട്ടകവും നാം മാംസവുമാകുന്നു എന്നവർ പറയുന്നു. അതുകൊണ്ട് അവരെക്കുറിച്ച് പ്രവചിച്ച്, മനുഷ്യപുത്ര, നീ പ്രവചിക്ക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വീണു. എന്നോട് കൽപ്പിച്ചത് നീ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ ഇന്നത് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നു. നിങ്ങൾ ഈ നഗരത്തിൽ നിഹതന്മാരെ വർദ്ധിപ്പിച്ച് വീഥികളെ നിഹതന്മാരെ കൊണ്ട് നിറച്ചുമിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ഈ നഗരത്തിന്റെ നടുവിൽ ഇട്ടുകളഞ്ഞ നിഹതന്മാർ മാംസവും ഈ നഗരം കുട്ടകവും ആകുന്നു. എന്നാൽ നിങ്ങളെ ഞാൻ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിക്കും. നിങ്ങൾ വാളിനെ പേടിക്കുന്നു. വാളിനെ തന്നെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തുമെന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളെ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിച്ച് അന്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങളുടെ ഇടയിൽ ന്യായവിധി നടത്തും. നിങ്ങൾ വാളാൽ വീഴും. ഇസ്രായേലിന്റെ അതിരിങ്കൽ വെച്ച് ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും. ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. ഈ നഗരം നിങ്ങൾക്ക് കുട്ടകം ആയിരിക്കയില്ല, നിങ്ങൾ അതിനകത്ത് മാംസവുമായിരിക്കയില്ല. ഇസ്രായേലിന്റെ അതിരിങ്കൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും. എന്റെ ചട്ടങ്ങളിൽ നടക്കുകയോ എന്റെ ന്യായങ്ങളെ ആചരിക്കുകയോ ചെയ്യാതെ ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെ പ്രമാണിച്ച് നടന്ന നിങ്ങൾ ഞാൻ യഹോവയെന്നറിയും. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബെനായാവിന്റെ മകനായ പെലത്യാവ് മരിച്ചു. അപ്പോൾ ഞാൻ കവിണ്ണു വീണ് ഉറക്കെ നിലവിളിച്ചു, അയ്യോ യഹോവയായ കർത്താവേ, ഇസ്രയേലിൽ ശേഷിപ്പുള്ളവരെ നീ അശേഷം മുടിച്ചു കളയുമോ എന്ന് പറഞ്ഞു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, യഹോവയോട് അകന്ന് നിൽപ്പീൻ. ഞങ്ങൾക്കാകുന്നു ഈ ദേശം അവകാശമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്നല്ലോ യെരൂശലേം നിവാസികൾ നിന്റെ ചാർച്ചക്കാരായ നിന്റെ സഹോദരന്മാരോടും ഒട്ടൊഴിയാതെ ഇസ്രായേൽ ഗൃഹം മുഴുവനോടും പറയുന്നത്. അതുകൊണ്ട് നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ അവരെ ദൂരത്ത് ജാതികളുടെ ഇടയിലേക്ക് നീക്കി രാജ്യങ്ങളിൽ ചിതറിച്ച് കളഞ്ഞു. എങ്കിലും അവർ പോയിരിക്കുന്ന രാജ്യങ്ങളിൽ ഞാൻ അവർക്ക് കുറെ കാലത്തേക്ക് ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. ആകയാൽ നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടി ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. അവർ അവിടെ വന്ന് അതിലെ സകല മലിന ബിംബങ്ങളെയും മ്ലേച്ഛ വിഗ്രഹങ്ങളെയും അവിടെ നിന്ന് നീക്കിക്കളയും. അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായ ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. അവർ എൻ്റെ ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. എന്നാൽ തങ്ങളുടെ മലിന ബിംബങ്ങളുടെയും മ്ലേച്ഛ വിഗ്രഹങ്ങളുടെയും ഇഷ്ടം അനുസരിച്ച് നടക്കുന്നവർക്ക് ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അനന്തരം കെരൂബുകൾ ചിറക് വിടർത്തു, ചക്രങ്ങളും ചേർന്നു തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്കുമീതെ ഉണ്ടായിരുന്നു. യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്കുവശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. എന്നാൽ ആത്മാവ് എന്നെ എടുത്ത് ദർശനത്തിൽ ദൈവാത്മാവിനാൽ തന്നെ കൽദയദേശത്തെ പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ കണ്ട ദർശനം എന്നെ വിട്ട് പൊങ്ങിപ്പോയി. ഞാനോ യഹോവ എനിക്ക് വെളിപ്പെടുത്തിയ അവന്റെ
സകല വചനങ്ങളും പ്രവാസികളോട് പ്രസ്താവിച്ചു. ഒന്നാമത് യെരൂശലേമിലെ ശേഷിപ്പിനും രണ്ടാമത് ബാബേൽ പ്രവാസത്തിലും എസെക്കിയേൽ ദൂതറിയിക്കുന്നതാണ് 11-ാം അധ്യായം. ദൈവാത്മാവ് എസെക്കിയേലിനെ ദേവാലയത്തിന്റെ കിഴക്കേ പടിവാതിൽക്കൽ എത്തിച്ചു. അവിടെ 25 പുരുഷന്മാരും പ്രഭുക്കളായ യേസന്യാവും പെലത്യാവും ഇരുന്ന് ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയായിരുന്നു. ഒന്നാമത് അവർ പറഞ്ഞത്, നാം ഇവിടെ വീട് പണിയേണ്ട, നാം വാളിനിരയാകും എന്നായിരുന്നു. ദൈവം നമ്മെ സഹായിക്കയില്ല. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവം കരുണ കാണിക്കും, നമ്മുടെ പാപങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം, നമുക്ക് ഇനിയെങ്കിലും ദൈവത്തെ ദുഃഖിപ്പിക്കാതിരിക്കാം എന്നവർ പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നാം തമ്മിൽ പറയുന്നത് ദൈവം ശ്രദ്ധിക്കും. യഹോവ ഭക്തന്മാർ അന്നിൽ തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് മലാക്കിയിൽ ഒരു വാക്യമുണ്ട്. സ്വർഗത്തിൽ ദൂതന്മാർ ഒരുത്തനോട് സൈന്യങ്ങളുടെ ദൈവം യഹോവ പരിശുദ്ധൻ എന്നാണ് സദാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നാമും ദൈവം നല്ലവനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം ക്ഷമിക്കും, ദൈവം സഹായിക്കും എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നാണ് തമ്മിൽ പറഞ്ഞ് ആളുകളെ പ്രബോധിപ്പിക്കേണ്ടത്, ആളുകളെ ദൈവത്തിൽ ആശ്രയിപ്പിക്കേണ്ടത്. എന്നാൽ ഇവര് നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. ദൈവത്തെ ആരാധിക്കേണ്ട, വിഗ്രഹം മതി, വിഗ്രഹം നമ്മളെ സഹായിക്കും എന്ന് എവിടെ ഇരുന്ന് പറഞ്ഞു? യഹോവയുടെ ആലയത്തിന്റെ പടിവാതിൽക്കൽ ഇരുന്ന് അവർ പറയുകയാണ്. അവർക്കെതിരെ പ്രവചിക്കാൻ പറഞ്ഞ അതനുസരിച്ച് യെഹെസ്കേൽ പോയി പ്രവചിച്ച സമയത്ത് തന്നെ അവരുടെ നേതാവായ പെലത്യാവ് മരിക്കുകയാണ്. അതിൽ സങ്കടപ്പെട്ട യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞത്, അവർ ഭയപ്പെടുന്ന വാൾ തന്നെ ഞാൻ അവർക്കെതിരെ വരുത്തും. അവർക്ക് തുല്യം വിഗ്രഹാരാധികൾ, ചുറ്റുമുള്ള വിഗ്രഹാരാധികളായ രാജ്യങ്ങൾ വന്ന് അവരെ പീഡിപ്പിക്കും. അവർ ചിതറി ഓടിപ്പോകുന്ന രാജ്യങ്ങളിൽ അവർ വാളാൽ വീഴും. ഇസ്രായേലിൽ അവരുടെ ശവം കിടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അയൽ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും അവർ പോയി മരിക്കുന്നത്. ചുരുക്കം പേർ മാത്രം രക്ഷപ്പെടും. ഞാൻ അവരെ സഹായിക്കും. ഞാൻ അവർക്കൊരു വിശുദ്ധ മന്ദിരമായിരിക്കും. അവരെ ഞാൻ ഇസ്രായേലിലേക്ക് മടക്കി വരുത്തും. അവർ വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുമെന്ന് മാത്രമല്ല, അവർ വിഗ്രഹങ്ങളെ നശിപ്പിക്കും. അവരുടെ പൂർവന്മാർ സ്ഥാപിച്ച വിഗ്രഹങ്ങളെ അവർ വെട്ടിക്കളയും. ആ സമയത്ത് കെരൂബുകളുടെ മേലുള്ള ദൈവമഹത്വം മെല്ലെ ഉയർന്ന് പർവ്വതത്തിലേക്ക് പോയി. ദൈവാത്മാവ് യെഹെസ്കേലിനെ എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയി. യെഹെസ്കേൽ അവിടെ പ്രവചിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവാലയം വിട്ട് ദൈവമഹത്വം പോവുകയാണ്. അല്ലെങ്കിൽ ദൈവം ഇസ്രായേലിനെ ന്യായവിധിക്കായി ഉപേക്ഷിക്കുക. അങ്ങനെ ബാബേലിൽ അവര് ചെന്ന് പ്രവാസികളായി കഴിയുകയും ബാബേൽക്കാരുടെ അടിയേൽക്കുകയും അവിടെ വെച്ചവർ നിലവിളിക്കുകയും ചെയ്യാൻ ഇടയായി. ഇസ്രായേലിനെ ദൈവം ശിക്ഷിച്ചതായിരുന്നു. ഇസ്രായേൽ ജാതികളുടെ വിഗ്രഹങ്ങളെ സേവിച്ചു. ആ ജാതികൾ അവരെ ശിക്ഷിക്കുകയാണ്. അവിടെ വെച്ച് അവർ കരയുകയാണ്. ദൈവം യെഹെസ്കേലിനെ യെരൂശലേമിൽ പ്രവചിക്കാൻ ഉപയോഗിച്ചു. അതുപോലെ ആത്മാവിനെ എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയി എന്നാണ് വായിക്കുന്നത്. നമ്മൾ യെരൂശലേമിൽ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ എത്യോപ്യ രാജ്യയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണനോട് സുവിശേഷം പറഞ്ഞ് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി കഴിയുന്ന സമയത്ത്, ഷണ്ണൻ രഥത്തിൽ തൻ്റെ വഴിക്ക് പോകുന്ന സമയത്ത് ദൈവം ഫിലിപ്പോസിനെ എടുത്ത്, ആത്മാവ് ഫിലിപ്പോസിനെ എടുത്ത് അസ്തോദിലേക്ക് കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ച് അന്ന് അത്ഭുതങ്ങളെ, അടയാളങ്ങളെയും ഇരുപ്രവൃത്തികളെയും കാലമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് തൻ്റെ ദാസന്മാരെ മാനിക്കാനായിട്ട് സാധിക്കും. അതാണ് 11-ാം അധ്യായം നൽകുന്ന പാഠം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.